ISL-ന് ഇന്ന് കലാശ പോരാട്ടം. ISL മൂന്നാം സീസണിന്റെ കലാശ പോരാട്ടം ഇന്ന് കൊച്ചിയിൽ. കന്നി കിരീടം ലക്ഷ്യമിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ബൂട്ട് കെട്ടുമ്പോൾ രണ്ടാം കിരീടമാണ് കൊൽക്കത്ത ലക്ഷ്യമിടുന്നത്. വൈകിട്ട് 7-ന് നടക്കുന്ന മത്സരത്തിന് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ISL-ന്റെ പ്രഥമ സീസണിൽ നഷ്ടമായ കിരീടം ഇത്തവണ സ്വന്തമാക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ സ്റ്റീവ് കോപ്പലും താരങ്ങളും ഉറപ്പിച്ചു പറയുന്നു. കന്നിക്കിരീടം ലക്ഷ്യമിടുന്ന ബ്ലാസ്റ്റേഴ്സിന് 2014-ലെ ഫൈനലിൽ തങ്ങളെ പരാജയപ്പെടുത്തിയ കൊൽക്കത്ത തന്നെ എതിരാളികളായി എത്തിയതിനാൽ വീറും വാശിയും ഏറെയാണ്. മഞ്ഞക്കടലായി ഇരമ്പുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ 10,000-കണക്കിന് ആരാധകർക്ക് മുന്നിലിറങ്ങുന്നത് സമ്മർദ്ദങ്ങളില്ലാതെയാണ് എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ ടോപ്പ് സ്കോറർ CK വിനീത് പറഞ്ഞു. വിന്നിംഗ് ഒരു ലഹരിയാകുമ്പോൾ ഒരിക്കലും പ്രഷർ അനുഭവിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് we are trying to give something back to our fans, so I don't feel any pressure about all those things. ഹോം ഗ്രൗണ്ടിൽ തുടർച്ചയായ 7ാം ജയമാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത്. ആരാധക പിന്തുണ കൊണ്ട് മാത്രം കാര്യമില്ലെന്നും എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ കുറച്ചു കാണുന്നില്ല എന്നുമായിരുന്നു കൊൽക്കത്തയുടെ മാർക്യൂ താരം ഹെൽഡർ പോസ്റ്റിഗയുടെ പ്രതികരണം. I think for me is the best defenders is in Kerala. ആദ്യ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കരുത്തായിരുന്ന ഇയാൻ ഹ്യൂം മിന്നുന്ന ഫോമിലാണ് എന്നത് കൊൽക്കത്തയ്ക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. സെമിയിൽ ഡൽഹിയെ തകർത്ത് ബ്ലാസ്റ്റേഴ്സ് കലാശക്കളിക്ക് ഇടം നേടിയപ്പോൾ മുംബൈയെ കീഴടക്കിയായിരുന്നു കൊൽക്കത്ത ഫൈനൽ ഉറപ്പിച്ചത്. നിലവിലെ ജേതാക്കളായ ചെന്നൈയിൻ FC നേരത്തെ തന്നെ പുറത്തായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന്റെ സഹ ഉടമ സച്ചിൻ ടെണ്ടുൽക്കർ, കൊൽക്കത്തയുടെ സഹ ഉടമ സൗരവ് ഗാംഗുലി എന്നിവർക്കൊപ്പം അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചൻ, മുകേഷ് അംബാനി തുടങ്ങി പ്രമുഖർ മത്സരത്തിന് സാക്ഷികളാകാനെത്തും. ടിക്കറ്റ് വിൽപ്പനയിൽ സംഘാടകർ കാണിച്ച അലംഭാവം അനിഷ്ട സംഭവങ്ങൾക്ക് ഇടയാക്കുമെന്നതിനാൽ കനത്ത സുരക്ഷയാണ് കലൂർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. കൊൽക്കത്തയോട് പ്രതികാരം ചെയ്യാൻ ലഭിക്കുന്ന ഈ സുവർണാവസരം ബ്ലാസ്റ്റേഴ്സ് മുതലാക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ആരുയർത്തും ഈ കിരീടം? കാത്തിരിപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം. കൊച്ചിയിൽ നിന്ന് അഭിലാഷ് നിലമ്പൂരിനൊപ്പം സമീർ വഴങ്ങോട്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ കലാശ പോരാട്ടത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ വിജയപ്രതീക്ഷയോടെയാണ് മലയാളി താരം റിനോ ആന്റോയുടെ കുടുംബം. ചരിത്ര നിമിഷങ്ങളിൽ പങ്കാളിയാകാൻ റിനോയും കളത്തിലിറങ്ങിയാൽ തൃശൂർ ഒല്ലൂക്കര ഗ്രാമത്തിന്റെ ആഹ്ലാദം 10 മടങ്ങാകും. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ തോൽപ്പിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് ചാമ്പ്യന്മാരാകുമ്പോൾ റിനോ ആന്റോ അഭിമാനമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് തൃശൂർ ഒല്ലൂക്കര ഗ്രാമം. നാട്ടുകാരുടെ ആഹ്ലാദത്തിനും ആവേശത്തിനുമപ്പുറം പ്രതീക്ഷകളുടെയും ആശങ്കകളുടെയും സമ്മർദ്ദത്തിലാണ് റിനോയുടെ കുടുംബം. പ്രതിരോധ നിരയെ മുൻനിർത്തി കരുത്തരായ അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയെ നേരിടാൻ ബ്ലാസ്റ്റേഴ്സിനാവുമെന്നാണ് റിനോയുടെ അച്ഛൻ ആന്റോയുടെ പ്രതീക്ഷ. CK വിനീതിനെ ഏതു തരത്തിൽ വിനിയോഗിക്കുന്നു എന്നതും കളിയിൽ നിർണായകമാവും. നല്ല ഫസ്റ്റ് മൂവ്മെന്റ് ആണ്. അത് അറിയണവർക്ക് അറിയുള്ളൂ. അതിപ്പോ ഒരു കാസറ്റിൽ കൂടെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മൾ വേറെ തരത്തിൽ കാണുന്നതോ അല്ല. ചരിത്ര നിമിഷത്തിൽ റിനോയും പങ്കാളിയായാൽ കുടുംബത്തിന്റെ സന്തോഷം ഇരട്ടിയാകും. ഇറങ്ങിയാൽ നന്നായിട്ട് കളിക്കാൻ പറയാറുണ്ട്. ഇറങ്ങുന്ന ദിവസങ്ങൾ നന്നായി കളിക്ക്, ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ടീം ജയിക്കട്ടെ എന്ന് പറയും. ഞാൻ ജയിച്ചു വരണതാണ് എൻ്റെ ആഗ്രഹം. AFC കപ്പിലെ നഷ്ടത്തിന്റെ പേരിൽ ഏറെ വിഷമിച്ചെങ്കിലും ISL ഫൈനലിൽ കളിക്കാനായാൽ അതിന്റെ വാശി പുറത്തെടുക്കാൻ റിനോ സജ്ജനാണെന്ന സഹോദരൻ ജോസഫ് ആന്റോ പറയുന്നു. കളി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഇവിടെ ടീമൊക്കെ സെറ്റായി. അപ്പോൾ കളിക്കാൻ പറ്റാത്തതിന്റെ ചെറിയൊരു വിഷമം ഉണ്ടാവും ആർക്കായാലും. നാളത്തെ കളി കളിക്കാൻ പറ്റിയ ചേട്ടൻ്റെ ഒരു ഭാഗ്യമാണ്. ഉച്ചയ്ക്ക് ടീം മീറ്റിംഗിന് ശേഷമേ റിനോ കളത്തിനിറങ്ങുമോ എന്ന കാര്യത്തിൽ തീരുമാനമാകൂ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയ്ക്കെതിരെ അച്ചടക്ക നടപടി. കൊൽക്കത്തയ്ക്ക് 7 ലക്ഷം രൂപ പിഴ ചുമത്തി. കൊൽക്കത്ത താരം ബെലൻ കോസോയെ 2 മത്സരങ്ങളിൽ നിന്ന് വിലക്കുകയും ചെയ്തു. AIFF അച്ചടക്ക സമിതിയാണ് നടപടിയെടുത്തത്. മുംബൈക്കെതിരായ മത്സരത്തിന് ഇടെയുണ്ടായ അനിഷ്ട സംഭവങ്ങളെ തുടർന്നാണ് നടപടി. മറ്റു വാർത്തകളിലേക്ക്. ചൈനയ്ക്കെതിരെ വിമർശനവുമായി നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സുബിക് ഉച്ചകടലിൽ നിന്ന് പിടിച്ചെടുത്ത അമേരിക്കയുടെ ആളില്ലാ അന്തർവാഹിനി ചൈന മോഷ്ടിക്കുകയായിരുന്നുവെന്ന് ട്രംപ് ആരോപിച്ചു. ട്വിറ്ററിലൂടെയാണ് ട്രംപിന്റെ പ്രതികരണം. ദക്ഷിണ ചൈന കടലിലെ സുരക്ഷാ പരിശോധനയ്ക്കിടെയായിരുന്നു ചൈനീസ് നാവികസേന അന്തർവാഹിനി പിടിച്ചെടുത്തത്. സമുദ്ര സർവേക്കായാണ് മുങ്ങിക്കപ്പൽ അയച്ചതെന്നാണ് അമേരിക്കയുടെ വാദം. അതേസമയം പ്രശ്നം നയതന്ത്ര തലത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മുങ്ങിക്കപ്പൽ തിരിച്ചു നൽകാമെന്ന് ചൈന അറിയിച്ചതായാണ് പെന്റഗൺ നൽകുന്ന വിവരം. ഇന്ത്യൻ സിനിമകൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് പാകിസ്ഥാൻ നീക്കുന്നു. നാളെ മുതൽ ബോളിവുഡ് ചിത്രങ്ങൾ എല്ലാ തിയേറ്ററുകളിലും പ്രദർശിപ്പിക്കുമെന്ന് പാകിസ്ഥാനിലെ ചലച്ചിത്ര വിതരണക്കാരും തിയേറ്റർ ഉടമകളും അറിയിച്ചു. കശ്മീർ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യൻ ചിത്രങ്ങൾക്ക് പാകിസ്ഥാൻ വിലക്ക് ഏർപ്പെടുത്തിയത്. എന്നാൽ തീരുമാനം പാക് സിനിമാ വ്യവസായത്തിൽ വൻ നഷ്ടമുണ്ടാക്കിയതിനെ തുടർന്നായിരുന്നു നടപടിയിൽ നിന്ന് പിന്മാറാൻ ഇപ്പോൾ പാക് സർക്കാർ നിർബന്ധിതമായിരിക്കുന്നത്. ഇന്ത്യൻ ചാനലുകൾക്ക് പാകിസ്ഥാനിൽ സംപ്രേഷണം ചെയ്യുന്നതും പാക് സർക്കാർ തടഞ്ഞിരുന്നു.
നോട്ട് അസാധുവാക്കിയതിനെതിരെ ദില്ലി ജന്തർ മന്ദിറിൽ മലയാളികളുടെ ഒറ്റയാൾ പോരാട്ടം. കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ സ്വദേശിയായ ജോൺ എന്നയാളാണ് കേന്ദ്ര സർക്കാരിനെതിരെ ഏകാംഗ ധർണ നടത്തുന്നത്. മണിപ്പൂരിൽ സ്കൂൾ നടത്തുന്ന ജോൺ അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കണ്ടാണ് രാജ്യതലസ്ഥാനത്തെത്തി കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം ആരംഭിച്ചത്. ദില്ലിയിലെ സമരസിരാ കേന്ദ്രമായ ജന്തർ മന്ദിറിലാണ് ഒരു മലയാളി വ്യത്യസ്തമായ സമരമുഖം തുറന്നിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കടുത്ത കണിച്ചാർ സ്വദേശിയാണ് പള്ളിക്കച്ചാലിൽ ജോൺ. മണിപ്പൂരിന്റെ തലസ്ഥാനമായ ഇംഫാലിനടുത്ത് സ്വന്തമായി സ്കൂൾ നടത്തുന്നു. നോട്ട് അസാധുവാക്കിയ നടപടി മൂലം മണിപ്പൂരിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം നേരിട്ട് കണ്ടപ്പോൾ രണ്ടും കൽപ്പിച്ച് രാജ്യതലസ്ഥാനത്തേക്ക് വണ്ടി കയറി. BJPയെ അടുത്ത തിരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെടുത്തുകയാണ് ഈ ദുരിതം അടിച്ചേൽപ്പിച്ചതിന് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല മറുപടിയെന്ന് ജോൺ പറയുന്നു. BJPയെ പരാജയപ്പെടുത്തണം. അങ്ങനെ BJPയെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ മോദിക്ക് മനസ്സിലാവൂ ജനങ്ങൾ നരേന്ദ്രമോദിക്ക് എതിരാണ്. സംഘടിതമായ പ്രതിഷേധങ്ങളിൽ പങ്കാളിയാകാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അവരുടെ കൂടെ നാം പ്രതികരിച്ചു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ ചുവയുള്ള ഒരു കാഴ്ചപ്പാട് എന്ന രീതിയിലേക്ക് വരും. പക്ഷേ ഞാനൊരു പൊതുജനത്തിന്റെ പ്രതിനിധിയായിട്ട് ആണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നോട്ട് നിരോധനം മൂലം ദുരിതമനുഭവിക്കുന്ന രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടിയാണ് ദില്ലിയിലെ മരം കോച്ചുന്ന തണുപ്പിൽ ഈ ഒറ്റയാൾ പോരാട്ടം. ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നിന്നും ക്യാമറമാൻ രാജീവ് കണ്ണാടിക്കൊപ്പം M. സന്തോഷ്. കേന്ദ്ര സർക്കാരിന്റെ നോട്ട് നിരോധന നടപടിയെ തുടർന്ന് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രതിസന്ധി തരണം ചെയ്യാൻ സംഘടിപ്പിച്ച സഹകരണ മേഖലാ സംരക്ഷണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം വൈദ്യുതി മന്ത്രി M. മണി നിർവഹിച്ചു. കട്ടപ്പനയിൽ നടന്ന പരിപാടിയിൽ ജില്ലാ ബാങ്ക് പ്രസിഡന്റ് EM. അഗസ്തി അധ്യക്ഷനായിരുന്നു. സമ്മേളനത്തിന് ശേഷം സഹകാരികളുടെ ഭവന സന്ദർശന പരിപാടിയും സംഘടിപ്പിച്ചു. ചികിത്സാ രംഗത്ത് കൂടുതൽ മികവ് തെളിയിക്കാനുള്ള പ്രവർത്തനം ഊർജിതമാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. പുതിയ അത്യാഹിത വിഭാഗം കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ചികിത്സ തേടിയെത്തുന്ന സാധാരണക്കാർക്ക് അത്യാധുനിക ചികിത്സയും മികച്ച സേവനവും ഒരുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് എന്ന പദവി സ്വന്തമാക്കിയ തിരുവനന്തപുരത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ഇപ്പോൾ മികവിന്റെ കേന്ദ്രമായി മാറാനൊരുങ്ങുകയാണ്. ഇതിന്റെ ആദ്യപടിയായി എയിംസിന്റെ മാതൃകയിൽ തന്നെയുള്ള OP സംവിധാനത്തിന് തുടക്കമിട്ടു. ആശുപത്രിയിലെത്തുന്നവർക്ക് പല ലാബ് പരിശോധനകൾ പല സ്ഥലങ്ങളിലായി നടത്തേണ്ട നിലവിലെ സംവിധാനത്തിന് മാറ്റം വരുത്തും. പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ എല്ലാ സംവിധാനങ്ങളോടുമുള്ള 5ലധികം ഓപ്പറേഷൻ തിയേറ്ററുകളും സ്കാനിംഗ്, ലാബ് പരിശോധനാ സൗകര്യങ്ങളും ഫാർമസിയും ഒരുക്കുകയാണ്. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും മികച്ച പരിശീലനവും പ്രദാനം ചെയ്യുന്നുണ്ട്. വാർഡുകളിലെ രക്തപരിശോധനാ സംവിധാനവും മികവിന്റെ കേന്ദ്രത്തിന്റെ ഭാഗമായി സജ്ജീകരിക്കുകയാണ്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ഷർമദ്: പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ സെപ്റ്റിക് തിയേറ്റർ വരുന്നുണ്ട്. അണുബാധ ഏറ്റു വരുന്നവരെ ചികിത്സിക്കാനായത് മേജർ തിയേറ്റർ ഹാളിൽ കയറുന്നതിന് പുറത്ത് തന്നെയായിട്ട് അത് സജ്ജമാക്കുന്നുണ്ട്. അതിനകത്ത് 24 മണിക്കൂറും ജനറൽ സർജറി കേസുകൾ മാനേജ് ചെയ്യാനായിട്ടുള്ള തിയേറ്ററുണ്ട്. ഓർത്തോപെഡിക് തിയേറ്റർ എക്സ്ക്ലൂസീവായി ഓർത്തോപീഡിക് ഡിപ്പാർട്ട്മെൻറ്റിനൊരു തിയേറ്റർ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പ്ലാസ്റ്റിക് സർജറി, വാസ്കുലർ സർജറികൾ ഒരുപാട് സമയമെടുക്കുന്നതാണ്. ഒരു കേസ് ചെയ്തു തുടങ്ങിയാൽ 10-12 മണിക്കൂർ എടുക്കുന്ന അങ്ങനെയുള്ള ശസ്ത്രക്രിയകൾ, പ്ലാസ്റ്റിക് സർജറി ആയാലും ഒരു രക്തക്കുഴൽ മുറിഞ്ഞു വരുന്നു അല്ലെ കൈ മുറിച്ചു മാറ്റപ്പെട്ട രോഗിക്ക് അത് തുന്നിച്ചേർക്കുവാനുള്ള സംവിധാനം, അതിനുള്ള ഉപകരണങ്ങളടക്കമാണത് സജ്ജമാകുന്നത്. മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കി അവർക്ക് പരാതിരഹിത ചികിത്സ ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി. 8 മാസത്തിനുള്ളിൽ പുതിയ അത്യാഹിത വിഭാഗത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർജിക്കൽ, ഓർത്തോ ICUകളും പുതിയ കാഷ്വാലിറ്റി ബ്ലോക്കിൽ ഉണ്ടാകും. പുതിയ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം കൂടെ സജ്ജമായി കഴിയുമ്പോഴേക്കും ഇവിടെ എത്തുന്ന രോഗികളുടെ ബുദ്ധിമുട്ട് ഇല്ലാതായിത്തീരും. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ തന്നെയാണ് സൂപ്രണ്ടും മറ്റു ഡോക്ടർമാരും. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനോ. ഇപ്പോൾ ആദ്യമായി തട്ടി തുടങ്ങിയത് കൽക്കത്തയെന്നാണ്. കേരളമാണെങ്കിൽ അതിൻ്റെ കളിത്തൊട്ടില്ല. കൽക്കത്തയും കേരളവും തമ്മിൽ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ വൈകാരികമായ ഒരു വലിയ മത്സരമാണ് ഈ മത്സരം. അപ്പോൾ കളിയും കളിക്കാരും കളിയുടെ സാഹചര്യവും എല്ലാം കൂടി ചേരുമ്പം ഇതൊരു മഹാപൂരമാണ് നടക്കാൻ പോകുന്നത്. വാർത്തകളിലേക്ക്. ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്ന ഭാര്യയുടെ ആകസ്മിക മരണത്തോടെ ദുരന്തങ്ങളുടെ തുരുത്തിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണ് അന്ധനായ അജയ്കുമാറിന്റെ ജീവിതം. കാസർഗോഡ് ചീമേനിയിൽ ഭാഗ്യക്കുറി വിൽപ്പനക്കാരനായ അജയ്കുമാറിന്റെ ഭാര്യ ഗീത കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നാണ് മരിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്ന് ചൂണ്ടിക്കാട്ടി അജയ്കുമാർ പോലീസിൽ പരാതി നൽകിയെങ്കിലും മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തുടർ നടപടി വൈകുകയാണ്.
കാസർഗോഡ് ചീമേനി ടൗണിലെ അന്ധനായ അജയ്കുമാറിന്റെ ലോട്ടറി സ്റ്റാളിൽ ഇപ്പോൾ വിൽപ്പനയ്ക്ക് ലോട്ടറികൾ ഇല്ലെന്ന് തന്നെ പറയാം. നോട്ട് പ്രതിസന്ധി അജയ്കുമാറിനെ സാരമായി ബാധിച്ചു. ജന്മന അന്ധനായ അജയ്കുമാറിന് ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്നു ഭാര്യ ഗീത. 1 വർഷം മുമ്പ് ആദ്യ പ്രസവത്തോടനുബന്ധിച്ച് കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ ഉണ്ടായതായി പറയപ്പെടുന്ന പിഴവിനെ തുടർന്ന് ഗീത മരണപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം നില ഗുരുതരമായതിനെ തുടർന്ന് മംഗലാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ഗീതയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ശസ്ത്രക്രിയയിലെ പിഴവാണ് മരണകാരണമെന്ന് മംഗലാപുരത്തെ ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടതായി അജയ്കുമാർ പറഞ്ഞു. അത് ഈ ഡോക്ടർമാരെ അതിൽ പറ്റി തന്നെയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയാൽ എല്ലാവരും അങ്ങനെ തന്നെ പറഞ്ഞു. ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വേറൊന്നും പറയാനൊന്നുമില്ല. അവരുടെ കയ്യിൽ വന്ന പ്രശ്നമില്ലായിരുന്നു. ഓപ്പറേഷന്റെ ചെറുകുടലും വൻകുടലും തുന്നി കെട്ടുന്നതിൽ പറ്റിയ മിസ്റ്റേക്കാണ്. അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞു മാത്രമാണ് ഇനി അജയ്കുമാറിന്റെ പ്രതീക്ഷ. അന്ധനെന്ന നിലയിൽ ലഭിക്കുന്ന പെൻഷൻ മാത്രം ഏക വരുമാനം. പട്ടിക വിഭാഗത്തിൽപ്പെട്ട തെയ്യം കലാകാരന്മാരുടെ കുടുംബമാണ് അജയ്കുമാറിന്റേത്. ഗീതയുടെ മരണം സംബന്ധിച്ച മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ട് ലഭിക്കാത്തതിനാൽ തന്റെ പരാതിയിൽ ഓസ്തുർക്ക് പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് അജയ്കുമാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കയർ മേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ട് കയർഫെഡിൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ സഹകരണ സംഘങ്ങളുടെ ഭാരവാഹികളുടെ യോഗം കൊല്ലത്ത് ചേർന്നു. കയർ തൊഴിലാളികളുടെ ജോലി ഉറപ്പാക്കുകയും കയർ കയറ്റുമതിയിൽ കേരളത്തിന്റെ പ്രൗഢി വീണ്ടെടുക്കാനുമുള്ള പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ രൂപം നൽകി. സംസ്ഥാനത്തെ 600ഓളം കയർ സൊസൈറ്റികളിൽ പാതി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. അതും പേരിന് മാത്രമെന്നാണ് കയർ വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് പുനരുദ്ധാരണ പാക്കേജ് നടപ്പിലാക്കാൻ കയർ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാനും പരിഹാരത്തിനും വിവിധ ജില്ലകളിൽ കയർ അപെക്സ് ബോഡിയുടെ നേതൃത്വത്തിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമാരുടെയും സെക്രട്ടറിമാരുടെയും യോഗങ്ങൾ വിളിക്കുന്നത്. ലോകോത്തര ഗുണനിലവാരമുള്ള കേരള ബ്രാൻഡിന്റെ കയറിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുകയും കയറ്റുമതി 10ൽ നിന്ന് 90% ഉയർത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യം. മാത്രമല്ല, അന്യ സംസ്ഥാനങ്ങളുമായി കയർ വ്യാപാരത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പും നടത്തിക്കഴിഞ്ഞുവെന്ന് അപെക്സ് വൈസ് ചെയർമാൻ ആനത്തലവട്ടം ആനന്ദൻ പറഞ്ഞു. അതിന് സഹകരണ സംഘങ്ങളെ പ്രവർത്തിപ്പിക്കണം, അവിടെ തൊണ്ട് സംഭരിക്കണം. ഇന്നുള്ള തുടർന്നു വന്ന ഉൽപ്പാദന സമ്പ്രദായത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. കിട്ടുന്ന കൂലി, തൊഴിലാളി കിട്ടുന്ന കൂലി വളരെ തുച്ഛമാണ്. ആ കൂലിക്ക് പുതിയ തലമുറയൊന്നും കടന്നു വരില്ല. അപ്പോൾ അവരുടെ കൂലി വർദ്ധിക്കണമെങ്കിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം. അതിന് പഴയ പരമ്പരാഗത റാട്ട് കൊണ്ട് സാധിക്കില്ല. അതിന് കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ഉള്ള റാട്ട് വിതരണം നടത്താനും സപ്ലൈ ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. അതാണ് നവീകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗോളവൽക്കരണം കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുമെന്നത് നുണപ്രചരണം മാത്രമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പരമ്പരാഗത തൊഴിൽ മേഖല ശക്തിപ്പെടുത്തുക മാത്രമാണ് പോംവഴിയെന്നും അതുവഴി കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കാനാവുമെന്നും ആനത്തലവട്ടം ആനന്ദൻ ചൂണ്ടിക്കാട്ടി. വേറെ തൊഴിലുണ്ടാക്കി കൊടുത്ത് തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനൊന്നും പറ്റില്ല. അഭ്യസ്തരായ യുവതി യുവാക്കൾ ധാരാളമുള്ള നാടാണ് നമ്മുടെ നാട്. എന്ത് പണിയാണ് കൊടുക്കാൻ കഴിയുക? വിദേശ വ്യവസായങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരും, നമ്മുടെ തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണുമെന്ന് പറഞ്ഞെങ്കിലും ഒറ്റ വ്യവസായിയും വന്നൊരു 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വ്യവസായശാല പുതുതായി കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മുടെ ഇവിടെ ആളുകൾക്ക് നമ്മുടെ ഈ അസംസ്കൃത ഉൽപ്പന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ തൊഴിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നുള്ള കാര്യമാണ് ആലോചിക്കുന്നത്. പുനരുദ്ധാരണ പാക്കേജിൽ ജീവനക്കാരുടെ ശമ്പള വർധനവ് ഉൾപ്പെടെ പരിഗണിച്ചേക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ ആലപ്പുഴ മുതൽ കാസർഗോഡ്, കണ്ണൂർ വരെയുള്ള ജില്ലകളിലും അപെക്സ് മീറ്റിംഗുകൾ വിളിച്ചു ചേർക്കും. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. അടഞ്ഞുകിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അനിശ്ചിതകാല നിരാഹാര സമരം 2ാം ദിവസം പിന്നിട്ടു. തൊഴിലാളികളെ പട്ടിണിക്കിട്ട് മുതലാളിമാർ മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ലാഭമാക്കുന്നത് തടയുന്ന സ്ഥിതിയിലേക്ക് സമരരീതി മാറാതെ നോക്കേണ്ട ഉത്തരവാദിത്വം മുതലാളിമാർക്കുണ്ടെന്ന് CITU നേതാവ് ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. 50 കേന്ദ്രങ്ങളുടെ മുമ്പിലേക്ക് നിരാഹാര സമരം വ്യാപിപ്പിച്ചു. മറ്റ് കശുവണ്ടി ഫാക്ടറികളിലേക്കും സമരം തുടങ്ങാനാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ തീരുമാനം. ബോധപൂർവം പൂട്ടിയിട്ടിരിക്കുന്ന കശുവണ്ടി ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. തൊഴിലാളികളെ ഉപയോഗിച്ച് സമ്പന്നരായവർ ഇപ്പോൾ തൊഴിലാളികളെ തെരുവിൽ ഉപേക്ഷിച്ചെന്നും തോട്ടണ്ടി വാങ്ങി മറ്റ് സംസ്ഥാനങ്ങളിൽ കൊണ്ടുപോയി സംസ്കരിച്ച് കോടികൾ കൊയ്യാൻ അനുവദിക്കാത്ത സമരമുറകൾ തൊഴിലാളികൾ സ്വീകരിക്കുമെന്നും ആനത്തലവട്ടം ആനന്ദൻ മുന്നറിയിപ്പ് നൽകി. മുതലാളിമാർ തോട്ടണ്ടി വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അതൊന്നും കുറേ കഴിഞ്ഞാൽ അനുവദിക്കപ്പെട്ടില്ല. തൊഴിലാളികളുടെ തൊഴിലും ജീവിതവും ഇല്ലാതാക്കിക്കൊണ്ട് മുതലാളിമാർക്ക് ലാഭം കിട്ടുന്ന മാർഗം മാത്രം സ്വീകരിച്ചു പോയാൽ അത് കൂടുതൽ അസംതൃപ്തി ഉണ്ടാവും. ആ അസംതൃപ്തി വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തിച്ചേരും. തൊഴിലാളികൾ പട്ടിണി കിടക്കുമ്പോൾ നോട്ട് പ്രശ്നം പറഞ്ഞ് കൂലി നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണെന്ന് CITU നേതാവ് എളമരം കരീം പറഞ്ഞു.
വിവിധ സമരകേന്ദ്രങ്ങളിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നവർക്ക് അഭിവാദ്യം അർപ്പിച്ച് CTU നേതാക്കളായ ആനത്തലവട്ടം ആനന്ദനും എളമരം കരീമും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യൻ തപാൽ സർവീസിൽ ശബരിമല സന്നിധാനത്തെ പോസ്റ്റ് ഓഫീസിന് പ്രത്യേകതകൾ ഏറെയാണ്. ഒരുപക്ഷെ ദൈവത്തിന് ഭക്തന്മാർ കത്തയക്കുന്ന ഏക സ്ഥലവും ഇതാവും. എന്തായാലും നോട്ട് പ്രതിസന്ധിയിൽ സന്നിധാനത്തെ തൊഴിലാളികൾക്ക് ആശ്രയം കൂടിയാണ് ഈ തപാൽ ഓഫീസ്. രാജ്യത്ത് ദൈവത്തിന് തപാലെത്തുകയും അത് വിതരണം ചെയ്യുകയും ചെയ്യാൻ ക്ഷേത്രസന്നിധിയിൽ തുറന്നു പ്രവർത്തിക്കുന്ന ഏക തപാൽ ഓഫീസാണ് സന്നിധാനത്തേത്. രാജ്യത്തുടനീളമുള്ള അയ്യപ്പ ഭക്തന്മാർ അവരുടെ സന്തോഷവും വേദനയും കത്തിലൂടെ അയ്യപ്പനുമായി പങ്കുവയ്ക്കുന്നു. ഇന്ത്യൻ തപാൽ ഓഫീസുകളിൽ നിന്നും വ്യത്യസ്തമായ തപാൽ മുദ്രകൾ ഉപയോഗിക്കുന്നു എന്ന പ്രത്യേകതയും സന്നിധാനത്തെ തപാൽ ഓഫീസിനുണ്ട്. തീർത്ഥാടന കാലത്തെ 66 ദിവസവും വിഷുവിന് 10 ദിവസവുമാണ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനം. മണ്ഡല മകരവിളക്ക് സമയത്ത് 66 ദിവസം ഇത് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് വിഷു മഹോത്സവത്തോടനുബന്ധിച്ച് 7 ദിവസം വർക്ക് ചെയ്യുന്ന ഏക പോസ്റ്റ് ഓഫീസാണിത്. അയ്യപ്പസ്വാമിയുടെ പേരിൽ മണി ഓർഡറുകളും കത്തുകളും നമ്മൾ ഇവിടെ ഡെലിവറി ചെയ്യുന്നുണ്ട്. കറൻസി വിനിമയത്തിൽ നിന്നും സന്നിധാനത്തെ തൊഴിലാളികളെ ഒരു പരിധിവരെ സഹായിച്ചിരുന്നതും അയ്യപ്പ സന്നിധിയിലെ ഈ ചെറിയ പോസ്റ്റ് ഓഫീസാണ്. വീട്ടിലേക്ക് പണമയക്കാനും മറ്റും സന്നിധാനത്തെ തൊഴിലാളികളുടെ ഏക ആശ്രയവും ഇവിടെയാണ്. രാവിലെ 7 മുതൽ രാത്രി 8 വരെയാണ് സന്നിധാനത്തെ തപാൽ ഓഫീസിന്റെ പ്രവർത്തന സമയം. ന്യൂസ് ബ്യൂറോ, ശബരിമല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ തന്നെയായിരിക്കും. കാരണം നമ്മൾ തോറ്റ് നിൽക്കുന്നിടത്തുനിന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് 4 മാച്ച് തോറ്റായിരുന്നു. പിന്നെ ഓരോ മാച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് അതിന് എല്ലാത്തിനും ഉത്തരവാദിത്തം നമ്മളെ കോച്ചിന് തന്നെ കൊടുക്കണം. കോച്ചാണ് അതിന് എല്ലാത്തിനും ഉത്തരവാദിത്തം. പിന്നെ ഫസ്റ്റത്തെ ISL കൽക്കത്ത വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരുന്നു. ഇപ്പം വീണ്ടും മൂന്നാമത്തെ ISL വരുമ്പോൾ അതേ ടീം തന്നെയാണ് വരുന്നത്. പക്ഷെ അതിൽ ചെറിയ വ്യത്യാസം. കഴിഞ്ഞ ഫസ്റ്റ് ISL നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഹ്യൂമാൻ പ്രാവശ്യം കൽക്കത്തയ്ക്കാണ്, നമുക്കെതിരെയാണ്. അതിൻ്റെ ഒരു വാശിയും കൂടിയും ഈ കളിയിൽ കാണും. എന്ത് തന്നെയായാലും അന്തിമ വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. വാർത്തകളിലേക്ക്. ഉണരുന്ന പൊതുവിദ്യാഭ്യാസം, മാറുന്ന കേരളം എന്ന മുദ്രാവാക്യമുയർത്തി KSTA 26ാം ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് കട്ടപ്പനയിൽ തുടക്കമായി. വൈദ്യുതി മന്ത്രി MM മണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസം നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനം ചർച്ച ചെയ്തു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ ആരോഗ്യ വിദ്യാഭ്യാസ പദ്ധതികളുമായി സംസ്ഥാന യുവജനക്ഷേമ ബോർഡും നാഷണൽ ഹെൽത്ത് മിഷനും സംസ്ഥാന സർക്കാരും സജീവമാവുകയാണ്. ആറളം ഫാം വിദ്യാർത്ഥികൾക്കായുള്ള അമ്പെയ്ത്ത് പരിശീലന പദ്ധതിയും പുനരധിവാസ മേഖലയിലുള്ളവർക്കായി വിദഗ്ധ ഡോക്ടർമാരുടെ പരിശോധനയും ലഭ്യമാക്കുന്ന പദ്ധതികൾക്ക് മന്ത്രി KK ശൈലജ തുടക്കമിട്ടു. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം, ആരോഗ്യ നിലവാരം എന്നിവ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും നാഷണൽ ഹെൽത്ത് മിഷനും ആവിഷ്കരിച്ച പദ്ധതികൾ ശ്രദ്ധേയമാവുകയാണ്. ആറളം പുനരധിവാസ മേഖലയിലെ പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹകരണത്തോടെ അമ്പെയ്ത്ത് പരിശീലന പദ്ധതിക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് തലമുറകളായി ലഭ്യമായിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനും സമൂഹത്തിന്റെ പൊതുധാരയിലേക്ക് ഇവരെ എത്തിക്കുന്നതിനും ദേശീയതല മത്സരങ്ങളിൽ പ്രാപ്തരാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് പദ്ധതി. പദ്ധതിയുടെ ഉദ്ഘാടനം മന്ത്രി KK ശൈലജ നിർവഹിച്ചു. നിങ്ങൾ നോക്കിക്കോളൂ, ഈ ആറളം ഫാമിലെ പരിശീലന കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് സംസ്ഥാന തലത്തിലോ അതിന് മുകളിലോ ഒക്കെയായി മത്സരിക്കാൻ കഴിയുന്ന നല്ല കുട്ടികൾ, അത്ലറ്റുകളും മറ്റ് മേഖലയെല്ലാം ഉള്ള നല്ല കായിക താരങ്ങൾ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. അതേസമയം ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ആറളം ഫാം 7ാം ബ്ലോക്കിൽ തുടി സ്പെഷ്യാലിറ്റി പോളിക്ലിനിക്കിന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ശിശുരോഗ വിഭാഗം, ഗൈനക്കോളജി, ദന്തരോഗം, നേത്രരോഗം തുടങ്ങി എല്ലാ ബുധനാഴ്ചകളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കും വിധമാണ് ക്ലിനിക്കിന്റെ പ്രവർത്തനം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആഴ്ചയിൽ ഒരിക്കൽ ഈ 4 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇവിടെ വരുന്നു, ഈ ഫാമിൽ നിന്ന് അവിടെ എത്തിക്കുന്ന പേഷ്യൻസിനെ നോക്കുന്നു. ആറളം ഫാം ഒരു പുതിയ മാറ്റത്തിന്റെ തുടക്കത്തിലാണ്. ആരോഗ്യവും വിദ്യാഭ്യാസവും ഒരുപോലെയുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരുക്കത്തിൽ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.